പുള്ളിക്കാരത്തിക്ക് നിലനിൽപ്പ് നോക്കാൻ അറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തി രക്ഷപ്പെടത്തില്ല. സീരിയസ്ലി ഞാൻ പറയുക, രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കാര്യത്തില്. ഇതിനകത്ത് പുള്ളിക്കാരത്തി ശരിക്കും നമ്മൾ പറയട്ടെ, നമ്മൾ ഒരു നന്മ ചെയ്ത ഒരാളെ ക്രൂശിക്കുന്നത് ഭയങ്കര തെറ്റ് തന്നെ. കേട്ടല്ലോ, ഈ ബിഷപ്പ് പറഞ്ഞത് എത്ര സത്യമാണ്. നന്മ ചെയ്യുന്നവരെ ക്രൂശിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അത് തെറ്റു തന്നെയാണ്. ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന ഈ ബിഷപ്പിനെ ഈ രേണു വിഷപ്പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച ഒരാളാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വസ്തു വിൽക്കാതിരിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ രേണു സുധി, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ. അങ്ങനെ വിളിക്കേണ്ട, രേണു സുധി എന്നൊന്നും വിളിച്ച് വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. ഈ രേഷ്മ പി തങ്കച്ചൻ പലരോടും പറഞ്ഞു ഈ വസ്തുവിന് എന്തോ കുഴപ്പമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരാളാണ്. ഇന്റർവ്യൂവിൽ പോയിരുന്നു പോലും പറഞ്ഞു ഇദ്ദേഹം സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന രീതിയിൽ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പല രീതിയിൽ ഈ ബിഷപ്പിനെ ആക്ഷേപിച്ച ഒരാളാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ. അതുമാത്രമല്ല, കൂട്ടുകാരിയെ കൊണ്ട് വീഡിയോ വരെ ഇടിയിച്ച ഒരാളാണ് ഈ രേഷ്മ. അങ്ങനെ ഇരിക്കുന്ന രേഷ്മയ്ക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉള്ളത് കൊണ്ട് തന്നെ മതപുരോഹിതനായിട്ടിരിക്കുന്ന ഈ ബിഷപ്പിനെതിരെ പറഞ്ഞതിന്റെ പരിണിത ഫലങ്ങൾ ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ചിലരൊക്കെ വന്നിട്ട് ബിഷപ്പ് മിണ്ടാതിരിക്കുന്നു, ബിഷപ്പ് അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വന്നവരുമുണ്ട്. എന്തുമായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സത്യങ്ങൾ നിങ്ങൾ അറിയണം. അതുമാത്രമല്ല, ഈ ബിഷപ്പിനെതിരെ പല അപവാദങ്ങളും പറഞ്ഞു നടക്കുന്ന ഈ രേണുവിന്റെ ഫാൻസ് അവരുണ്ടാക്കി വെച്ചിരുന്ന എന്താ പറയാ, ബിഷപ്പിനെതിരെ പല സൈബർ അറ്റാക്കുകളും തുറന്നു വിട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ബിഷപ്പിന് കുറെ ഭാര്യമാരുണ്ട്, കുറെ മക്കളുണ്ട് എന്ന രീതിയിലൊക്കെ തുറന്നടിച്ച് പല രീതിയിൽ വൃത്തികേടുകൾ ചമച്ചുവിട്ട ആൾക്കാരാണ് ഈ രേണുവിന്റെ ആൾക്കാർ. അപ്പോൾ ഈ പറയുന്ന രേണുവിന് വസ്തു കൊടുത്തത് അച്ഛൻ എന്തോ ഉദ്ദേശത്തിലാണ് കൊടുത്തത് എന്ന രീതിയിലും പറഞ്ഞു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഒരു സ്ത്രീയുടെ വോയിസ് ഒക്കെ വെച്ച് ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് അവർ വന്ന് എനിക്ക് കുറെ ചീത്ത കമന്റുകൾ ഇട്ടു. ബിഷപ്പിന് അങ്ങനത്തെ ഉദ്ദേശമുണ്ടെന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഈ രേഷ്മ പി തങ്കച്ചന് വസ്തു കൊടുക്കുന്നതിന് മുമ്പ് ബിഷപ്പ് എത്രയോ ജനങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളെ ഇവിടെ ഒരു ചാറ്റ് കാണിക്കാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥലത്തിന്റെ ഒരു പിക്ചറാണിത്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കോട്ടയം ജില്ല, ചങ്ങനാശ്ശേരി വില്ലേജ്, തൃക്കൊടിത്താനം പഞ്ചായത്ത്, ഓക്കെ, വില്ലേജ്, അവിടുത്തെ ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ. നിങ്ങൾ കണ്ടു നോക്കിയേ, ഈ കാണുന്ന പ്രോപ്പർട്ടി ഇതിലെ ബ്ലൂ കളർ ഉള്ളതെല്ലാം അദ്ദേഹം ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുത്തതാണ്. എത്ര സെന്റ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. 56 സെന്റോളം മുകളിലുണ്ടത്. അതായത് 1 ഏക്കറിന് ഭൂമിക്ക് അടുത്തുണ്ട്. മനസ്സിലായോ? ബിഷപ്പിനെ കുറ്റം പറയുന്ന രേണുസുതിക്ക് വസ്തു കൊടുത്തത് ബിഷപ്പ് എന്തോ കണ്ടിട്ടാണെന്ന് പറഞ്ഞവരും, ബിഷപ്പിനെ രേണുസുതിയെ വീടിന്റെ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്തോ ഉദ്ദേശത്തിലാണ് എന്ന് പറയുന്നവരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇദ്ദേഹം അത്രയും പേർക്ക് അദ്ദേഹം ആധാരം എഴുതിയത് പോലും അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ എടുത്തിട്ടാണ്. നിങ്ങൾ കണ്ടു നോക്കിക്കേ. ഇത് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മച്ചിയുടെ എന്താ പറയുക ശവകുടീരമാണ്. ബാക്കിയെല്ലാം നോക്കിക്കേ. ഇത് ഈ കാണുന്ന ബ്ലൂ ചിഹ്നത്തിൽ കിടക്കുന്നത്, ബ്ലൂ കളറിൽ കിടക്കുന്നത് മൊത്തം അദ്ദേഹം എന്ത് കൊടുത്തതാണ്? ദാനം കൊടുത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 7 എന്ന് പറഞ്ഞ അവിടെ ഉണ്ടല്ലോ, 7ാമത്തെ നമ്പരും തൊട്ട് ഈ D നമ്പര് ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് അമ്പലത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ ആ DR മൊത്തം അദ്ദേഹം കെട്ടിക്കൊടുത്തു. ഇതാണ്ട് അവിടെ കാണുന്ന വഴി കണ്ടോ? ആ വഴി അദ്ദേഹം സ്വന്തം കാശുകൊണ്ട് പണിത് കൊടുത്തതാണ്. നിങ്ങൾ ഇതൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പാവം ബിഷപ്പിനെ അന്ന് തൊട്ട് ഇന്ന് വരെ, ഇന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒന്നും പറയുന്നില്ല. പറയാതിരിക്കുമ്പോൾ അദ്ദേഹം ഇവർക്ക് കൊടപിടിക്കുകയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം എന്തിന് ഇവർക്ക് കൊടപിടിക്കണം? അന്നും ഇന്നും ഈ പറയുന്ന രേണുസുതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട അച്ഛൻ നിർത്തി, ഇനി മിണ്ടത്തില്ല. എന്തിന്? കേസുമായിട്ട് മുന്നോട്ട് പോയി അദ്ദേഹത്തെ വിഷപ്പാമ്പെന്ന് വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം പോയി കാര്യങ്ങൾ പറഞ്ഞ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, അത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു, എന്നിട്ട് അദ്ദേഹത്തെ ക്രൂശിക്കുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നിയമപരമായിട്ട് പോവുകയാണ്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന രേണുസുതിക്ക് കൊടുത്തിട്ട് ഏതാണ്ട് നേടി എന്ന് പറയുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സഹായം ചെയ്യുമോ? ആരെങ്കിലും സഹായം ചെയ്യുമോ? ചെയ്യത്തില്ല. ഈ പറയുന്ന രേഷ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസ്തുവിന് എന്തോ വിഷയമുണ്ടെന്നുള്ള രീതിയിൽ. അദ്ദേഹത്തിന് സ്ഥിരതയില്ലാത്തവരെന്ന് പറഞ്ഞു,
കയറിക്കിടക്കാൻ വസ്തു കൊടുത്ത മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെ വിഷപ്പാമ്പെന്ന് പറഞ്ഞു. അപ്പൊ കമന്റ് ഇട്ടവർ പറഞ്ഞു, നീ ഇങ്ങനൊന്നും പറയരുത്, വിഷപ്പാമ്പെന്ന് പറഞ്ഞാൽ നീ അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെയും പറഞ്ഞു വിഷപ്പാമ്പ് വിഷപ്പാമ്പ് വിഷപ്പാമ്പെന്ന്. ഇന്ന് അവൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരയുകയാണ്. കരയാൻ കാരണം എന്താണ്? കിച്ചു വന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ. ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇവൾ തേഞ്ഞൊട്ടി അങ്ങനെ അറ്റം പോവും. കാരണം അവൾ പറഞ്ഞത് ഒരു പുരോഹിതനെയാണ്. അവൾ പറയാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇവളുടെ വസ്തുവിലല്ല അദ്ദേഹം കയറി കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മച്ചി കൊടുത്ത വസ്തുവിലാണ് ഈ പറയുന്ന രേണു കയറി കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടാണ് ഈ ബിഷപ്പിനെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞത്. അപ്പം ദൈവം കാണാതെ പോകുമോ? ഈ രേണുവിനെ കിട്ടാതെ പോകുമോ? അതാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയും, എത്ര ഉയരത്തിൽ പറന്ന പക്ഷിയും സമ്മാനം മേടിക്കണേ താഴെ വരണമെന്ന്. അതുകൊണ്ട് തന്നെ രേണു, നീ താഴെ വന്ന സമ്മാനത്തിനായിട്ട് ഇനി കെഞ്ചു. നിനക്ക് ഇനി കിട്ടാൻ പോകുന്ന അട്ടി അതിനപ്പുറമായിരിക്കും. എന്തായാലും ബിഷപ്പിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലാതെ രേണു ചുതിക്ക് കോത്തത്തല്ല ബിഷപ്പ് എന്ന് പറയുക ഏതാണ്ട് നേടാൻ വേണ്ടി നിൽക്കുന്നത്. ഈ പറയുന്ന ബിഷപ്പിന്റെ വീടിന്റെ തൊട്ടടുത്ത് അല്ലെ ഹട്ടിന്റെ തൊട്ടടുത്ത് സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞത് 24-ന്റെ ആരാണ്? ശ്രീകണ്ഠൻ നായരും ആ ഉണ്ണികൃഷ്ണൻ സാറും ഒക്കെയാണ്. അവരൊക്കെ ഇപ്പം കൈമലർത്തി. അവരാരും ഇപ്പൊ അടുക്കുന്നില്ല. ഓരോരുത്തര് പോലും ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അടുക്കുന്നില്ല. അന്നേരം ബിഷപ്പ് കണ്ണായ സ്ഥലത്ത് ആ 7 സെന്റ് സ്ഥലം കൊടുത്തു. ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന രേണുസുതിക്ക് കൊടുക്കേണ്ട സ്ഥലം ഇതിന്റെ കൂടെ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അന്ന് അവരത് പറഞ്ഞതുകൊണ്ട് ആ കണ്ണായ സ്ഥലത്ത് ആ കുമളി റോഡിന്റെ ആ ഒരു ഭാഗത്ത് കൊടുത്തതാണ്. അത് അദ്ദേഹം ചെയ്ത തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് പറ്റിപ്പോയതാണ്. ഇപ്പൊ ഈ കിച്ചു ഇങ്ങനെ ഈ ഒരു എന്ന് പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് പറയുമ്പോഴും അതും അദ്ദേഹത്തിന്റെ കുറ്റം എന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ്. അദ്ദേഹം എന്ത് പഴച്ചു? രേണുസുതി ഇങ്ങനെ ആയി പോയതിന് അദ്ദേഹം എന്ത് പഴച്ചു? അദ്ദേഹം അറിഞ്ഞോ? ഇവരെ ഒന്നും മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിവുള്ളത് എങ്ങനെയാണ്? ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ സാർ വന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ഇവിടെ കുറെ പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞാണ് ശ്രീകണ്ഠൻ നായർ സാർ അവിടെ എത്തുന്നത് തന്നെ. പിന്നെ പറയുകയാണ് ഈ രേണുസുതിയുടെ അഴിഞ്ഞാട്ടം അറിഞ്ഞിട്ടാണ് ബിഷപ്പ് അത് കൊടുത്തത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നാറ്റിക്കുന്നു. ഇപ്പൊ കിച്ചു കഞ്ചാവ് അടിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോ കിച്ചു അത് അറിഞ്ഞിട്ടാ ബിഷപ്പ് കൊടുത്തെന്ന് പറയുന്നു. ആര് ചെയ്യും അങ്ങനെയൊക്കെ? അദ്ദേഹം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. അവർക്ക് തന്തയില്ലാത്ത മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീട് എന്ന രീതിയിൽ സ്ഥലം കൊടുത്തതാണ്. അതിപ്പോ അദ്ദേഹത്തിന് വലിയ ദോഷം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനിയും ഈ പറയുന്ന രേണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ഈ പറയുന്ന വീട് വെച്ച് തന്ന ഫിറോസിനെ ഞാൻ അത്ര ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്നേ വരെ അദ്ദേഹത്തെ ഫിറോസിക്ക എന്നല്ലാതെ ഞാനൊന്നും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയം നടക്കുമ്പോൾ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. ഓക്കെ, ഞാൻ ഫിറോസിക്ക എന്നല്ലാതെ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞവൾ വിളിക്കുകയാണ് താൻ. അതാണ് ഇവൾക്ക് ഇതില്ലെന്ന് പറയുന്നത്. ഇവൾക്കാണ് നന്ദിയില്ലാത്തവൾ. ഇവൾ പിന്നെയും പറയുകയാണ്, അതായത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇവൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും അവൾ വാക്ക് പറയട്ടെ. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ മനസ്സിലായല്ലോ. ഞാൻ ഇഷ്ടംപോലെ കോളുകളാണ് വരുന്നത്. അതൊന്ന് എടുത്തൂടെ? മെസ്സേജുകൾ കുണ എന്ന് മെസ്സേജും വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുക്ക്, എന്നിട്ട് ലൈവ് ചെയ്യും. ഞാൻ പറഞ്ഞു തന്റെ അടുത്ത് വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങൾ. നീ പറഞ്ഞടി, നീ എല്ലാവരുടെ അടുത്തും പോയി കയ്യക്കാലെ പിടിച്ചില്ലടി. നീ ഇപ്പൊ വലിയ ആളായിട്ട് നീ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞോന്ന് വീട് നൽകാൻ, ബിഷപ്പിനോട് പറയാം ഞാൻ പറഞ്ഞോ വസ്തു നൽകാനെന്ന്. എന്ത് ദരിദ്രവാസിയാ നീ? എന്ത് നന്ദിയില്ലാത്തവളാ നീ? നിനക്ക് കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടോ? നിന്റെ പിള്ളേർക്ക് വേണ്ടി വസ്തു കൊടുക്കാനും വീട് കൊടുക്കാനും ഞാൻ പറഞ്ഞോന്ന് പറയുക ഇവള്. നീ അന്ന് കരഞ്ഞു മെഴുകിയവളല്ലേടി? എനിക്ക് സഹായം ചെയ്യണമേ എന്ന് പറഞ്ഞവളല്ലേ നീ? അന്ന് ഇവർ വീട് വെച്ച് തന്നപ്പോഴും നീ എന്താ പറഞ്ഞ പൊന്നു പോലെ നീ പറഞ്ഞില്ലേ ഇവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുമെന്ന് നീ പറഞ്ഞില്ലേ? വസ്തു തന്ന ബിഷപ്പിനോട് നീ എന്തായിരുന്നു അന്ന് പറഞ്ഞത്? ബിഷപ്പിനെ ദൈവം അനുഗ്രഹിക്കും, സുധിച്ചേട്ടൻ അവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞവളല്ലേ നീ? പിന്നെ നിനക്ക് 4 പുത്തൻ കിട്ടിയപ്പോൾ നിനക്ക് അഹങ്കാരം തുടങ്ങി അല്ലേ? എന്റെ കരച്ചില് നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതല്? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞ എന്റെ കരച്ചില് നാടകീയതയാണെന്നല്ലേ? കൊള്ളാം, എന്റെ കരച്ചില് നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എന്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എന്റെ പേരിലും ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ?
തന്നോടുള്ള വാണിംഗ് ആണ്. ഇനി എന്നെ കുറിച്ചൊന്നും പറയരുത്, എന്നെ കുറിച്ച് പോസ്റ്റ് ഇടരുത്. നീ ആരടി അദ്ദേഹത്തെ ഇത് പറയാന്? നീ ആരാ വിലക്കാൻ? അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹത്തിന്റെ പിന്നെ ഇതിന്റെ അകത്ത് പോസ്റ്റ് ഇടും. നീ ആരാണ് അദ്ദേഹത്തെ വിലക്കാൻ? നീ ഭീഷണിപ്പെടുത്താൻ ആരാണ്? നീ പറഞ്ഞില്ലായിരുന്നോ അദ്ദേഹത്തെ ഞാൻ ഫിറോസിക്കാനെ ഇനി വിളിക്കത്തുള്ളൂ, ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ താൻ എന്തൊക്കെയാണ് അങ്ങനെ പറയുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇവിടെ ആ ഒരു കരച്ചിൽ വീഡിയോയോട് സഹിതം അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരു വീട് നൽകുക എന്നത്. അതുകൊണ്ട് എന്ത് നേടി എന്ന് ആർക്കും ഇന്നറിയില്ല. ചീത്തപ്പേര് കിട്ടി, മനസ്സമാധാനം പോയി, വർക്കുകൾ കുറഞ്ഞു, കുറെ പേർ കളിയാക്കി, കുറെ പേർ തെറി വിളിച്ചു. 1-2 തവണ പരാതിക്കാരനായി പോലീസ് സ്റ്റേഷനിൽ കയറി. ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി. ഫാമിലി ലൈഫിലെ സ്വസ്ഥത വരെ പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല, പറയാനുള്ളതാണ് അതിഭീകരം. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ ചില നിമിഷങ്ങൾ മാത്രമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പോസ്റ്റാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന് നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. നീ വന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താ പറയുന്നത് വിഷയങ്ങളുണ്ടായി, പല കാര്യങ്ങളും ഉണ്ടായ കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് നീ ഇപ്പൊ വന്നിട്ട് ഫിറോസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നീ പോസ്റ്റ് ഇടുന്ന കണ്ടാൽ നിന്നെ ഞാൻ അങ്ങനെ ആക്കി കളയുമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചുമ്മാതിരിക്കൂ? ഇല്ല. കിച്ചു ഇതുവരെ പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു നോർമൽ ആണെന്ന് അദ്ദേഹം പറയുന്നത്. ഇനി പറയാൻ പോകുന്ന അതിഭീകരമാണെന്നാ പറയണേ. അപ്പൊ നീ എങ്ങനെ താങ്ങും? ഈ ഒരു 20% തന്നെ നീ കരഞ്ഞു, കണ്ണീരില്ലാത്ത കണ്ണുനീര് കൊണ്ട് നീ മെഴുകി. ഇനിയും അതിന്റെ ബാക്കി 80% കൂടെ വന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? നീ പറഞ്ഞ, അതായത് നീ ബിഷപ്പിനിട്ട് പറഞ്ഞ കാര്യങ്ങൾ, നീ ബിഷപ്പിനെ, അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം ഇരുന്ന് കരഞ്ഞ് നിന്ന നിമിഷങ്ങളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥനയിൽ എത്ര ഉരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പിന്നെ കരച്ചിൽ ദൈവം കണ്ടിട്ടുണ്ടാകില്ലേ? നീ അദ്ദേഹത്തെ എത്രമാത്രം അധിക്ഷേപിച്ചു. നീയും നിന്റെ കൂട്ടുകാരെയും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ എത്രമാത്രം നാറ്റിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ, അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് വിറ്റുപോകാതിരിക്കാൻ നീയും നിന്റെ തങ്കച്ചനും കിടന്ന് കളിച്ച കളി. പിന്നെ നിന്റെ പൈസ കൊണ്ടൊന്ന് പലിശയ്ക്ക് കൊടുക്കുന്ന തങ്കച്ചന്റെ കളി. രേണുവെന്ന നീ സുധിയുടെ മരണശേഷം എത്തിയ പൈസ മൊത്തം, നിന്റെ പല്ലിന്റെ ചികിത്സ, നിന്റെ മുഖത്തിന്റെ ചികിത്സ, നിന്റെ മറ്റ ചികിത്സ, എല്ലാ ചികിത്സയും ആ പൈസ കൊണ്ട് നീ ചെലവഴിക്കുകയും ചെയ്ത ഒരാളാണ് നീ. ഇപ്പോഴും പൊങ്ങന്താനത്തുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞ് നിന്റെ പലിശ കൊടുപ്പ്. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ മാറി. എന്നിട്ടും നീ ആ മറ്റേ ബേബിച്ചാന്റെ പൈസ ഇന്നേ വരെ നീ കൊടുത്തിട്ടുമില്ല. എന്നിട്ട് കുറെ എണ്ണം വന്നിരുന്നിട്ട് പറയും ഈ പറയുന്ന ബിഷപ്പ് കൊടപിടിക്കുകയാണ്. ഈ കൊടപിടുത്തം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അദ്ദേഹത്തിന്റെ വിഷമത്തിനും അദ്ദേഹത്തിന്റെ എന്താ പറയുക സങ്കടങ്ങൾക്കും കിട്ടും. ആ ഒരു കിട്ടലാണ് ഇപ്പൊ കിട്ടിയത്. ബിഷപ്പ് പറയുന്ന പോലെ തന്നെ തേഞ്ഞൊട്ടി നീ. എന്താണ് പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റേ കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും